സഹകരണ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക സമാഹരണവും വിതരണവും ഗ്രാമീണ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ മറ്റേത് രാജ്യത്തിനും മാതൃകയാണ്. ഒരർത്ഥത്തിൽ കാർഷിക മേഖലയെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയാണ് സഹകരണ പ്രസ്ഥാനം രൂപം കൊണ്ടത്. നമ്മുടെ കാർഷിക മേഖലയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾക്കും ബാങ്കുകൾക്കുമുള്ള സ്ഥാനം മറ്റൊന്നിനും പകരം വയ്ക്കാനാവില്ല എന്നതാണ് വാസ്തവം. കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ പിന്തുണയ്ക്കപ്പുറം ഭാവനാപൂർണമായ ഇടപെടലുകൾ നടത്തുന്നതിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാതൃക സഹകരണ സ്ഥാപനമാണ് ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക്. ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് കാർഷിക മേഖലയിൽ പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ്. ഇപ്പോൾ തന്നെ കേരളത്തിലെ ഗവൺമെൻറ് കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടി സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന ആരംഭിക്കപ്പെട്ടിട്ടുള്ള കർഷക സേവന കേന്ദ്രം ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ആദ്യ സർവീസ് സഹകരണ ബാങ്കാണ് ഈ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക്. അതിൻ്റെ നേതൃത്വത്തിൽ 10 പേരെ കർഷക സേന അംഗങ്ങളായി തിരഞ്ഞെടുക്കുകയും അവരെ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ വിട്ട് 21 ദിവസത്തെ പരിശീലനം നേടി ഇവിടെ കാർഷിക മേഖലയുടെ പ്രവർത്തനത്തിന് അവർ നേതൃത്വം നൽകുന്നു. അതിനാവശ്യമായ മുഴുവൻ സഹായവും ഈ ബാങ്കിൽ നിന്ന് നിർവഹിച്ചിട്ടുള്ളതാണ്. ഇടമുളയ്ക്കൽ കൃഷിഭവൻ്റെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി ആരംഭിക്കപ്പെട്ടുള്ള ഈ പദ്ധതി ഇന്ന് നെൽകൃഷിയുടെ വിളവെടുക്കുമ്പോൾ ഏതാണ്ട് 100 മേനി വിളവാണ് ലഭിച്ചിട്ടുള്ളത്. തരിശായി കിടക്കുന്ന കഴിഞ്ഞ 10-15 വർഷക്കാലമായി തരിശായി കിടക്കുന്ന നിലത്തിലാണ് ഇന്ന് കൃഷി ഇറക്കിയിട്ടുള്ളത്. ആ നിലം ലഭിക്കുവാൻ ഒട്ടേറെ കർഷകരുടെ സഹകരണങ്ങൾ നമുക്ക് ഉണ്ടാവുകയുണ്ടായി. എന്നാൽ തന്നെ ഈ മേഖലയിലെ ഏക്കർ കണക്കിന് ഏലാകൾ ഇപ്പോഴും കൃഷി ഇറക്കാതെ തരിശു കിടക്കുന്നു. ആ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കാവശ്യമായ കൃഷി ഇറക്കുവാൻ വേണ്ടുന്ന കാർഷിക ഉപകരണങ്ങളും യന്ത്രവൽകൃത സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ആവശ്യം വേണ്ടി വന്നാൽ തൊഴിലാളികളെയും അടക്കം വിട്ടുകൊടുത്തുകൊണ്ട് അവരെ കൂടെ പൂർണ്ണമായി സംഘടിപ്പിച്ചുകൊണ്ട് കൃഷി വികസനിപ്പിക്കുക എന്നുള്ളതാണ് ബാങ്കിൻ്റെ ഈ ലക്ഷ്യത്തിൻ്റെ തുടക്കം. കർഷക സേവന കേന്ദ്രങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രധാനമായും തരിശു നിലങ്ങൾ എങ്ങനെ ഫലഭൂയിഷ്ടമാക്കാം എന്ന് തെളിയിക്കുകയാണ് ഈ സംഘം. നെൽകൃഷിയിലൂടെ തരിശു നിലങ്ങളെ കാർഷിക മേഖലയാക്കുന്നു. ഒറ്റഞ്ഞാർ കൃഷിയുടെ പരിഷ്കാരത്തിലൂടെ യന്ത്രോപയോഗം സാധ്യമാകുന്ന വിധത്തിൽ നടീലകലം ക്രമീകരിച്ചുള്ള ഈ പരീക്ഷണത്തിന്റെ നാളിതുവരെയുള്ള ഫലങ്ങൾ ആവേശകരമാണ്. ഞങ്ങൾക്ക് മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ 20 ദിവസത്തെ ട്രെയിനിങ് പൂർത്തീകരിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മുമ്പ് ഞങ്ങൾക്ക് കൃഷിയെ പറ്റിയോ ഇതിൻ്റെ മേഖലകളെക്കുറിച്ചോ അധികം ഒന്നും അറിവില്ലാത്ത വ്യക്തികളായിരുന്നെങ്കിലും ചിലർക്കൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. കൃഷിയെപ്പറ്റി, നെൽകൃഷിയെപ്പറ്റിയും മറ്റ് ഒരു കാര്യത്തിൽ പച്ചക്കറി കൃഷിയെക്കുറിച്ചും ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ 20 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഷീനറികൾ കൈകാര്യം ചെയ്യുന്നതിനും കൃഷിയുമായി സംബന്ധപ്പെട്ട മെഷീനറികൾ കൈകാര്യം ചെയ്യുന്നതിനും കൃഷിയെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങുന്നതിന് മാനസികമായി വളരെയധികം സന്തോഷം ഞങ്ങൾ ഈ 10 പേരും അനുഭവിച്ചറിയാണ്. മുൻകാലങ്ങളിൽ ഈ പാടങ്ങളിലെ നെല്ലിന് 20-25 ചിനപ്പുകളാണെങ്കിൽ പുതിയ കൃഷിരീതിയിൽ ശരാശരി 45 മുതൽ 55 വരെ ചിനപ്പുകളാണ് കണ്ടുവരുന്നത്. സുസ്ഥിര രീതികൾ സ്വീകരിക്കുമ്പോഴും ഉൽപാദനം കുറയുകയില്ല എന്ന് ഇത് തെളിയിക്കുന്നതായി കൈപ്പള്ളി ഏലയിലെ കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. കാർഷിക മേഖലയിൽ മെക്കനൈസേഷന് ആക്കം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ട്രാക്ടർ ടില്ലർ അല്ലെങ്കിൽ ഹാർവസ്റ്റിംഗ് മെഷീൻ മുതലായ സംഗതികൾ, യന്ത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കർഷകർക്ക് അത് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് കാർഷിക മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക്. ഈ പ്രവർത്തികൾ ചെയ്തത് മൂലം ഈ മേഖലയിലെ കർഷകർ തരിശ് നിലങ്ങൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുവാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. കൂടുതലായിട്ട് ആൾക്കാർ പച്ചക്കറി മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. തികച്ചും കാർഷിക മേഖലകൾക്ക് പുത്തൻ ഉണർവുണ്ടാക്കുന്ന ഈ ഒരു സംരംഭം
ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ മേഖലയിൽ പുത്തൻ ഉണർവുണ്ടാക്കും. ഞങ്ങൾ ഹൈടെക് ഫാമിംഗ് രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രിസിഷൻ ഫാമിംഗ് മുതലായവ നമുക്കിവിടെ പരീക്ഷിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ആ സംയുക്ത സംരംഭം എന്തായാലും ഈ മേഖലയിൽ ഒരു മുതൽക്കൂട്ടാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വിഷരഹിത പച്ചക്കറികളുടെ ഉൽപ്പാദനത്തിന് ഗ്രാമങ്ങൾ തോറും കണ്ടുവരുന്ന സഹകരണ സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സുവർണ കേരളം പദ്ധതി. ഈ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി ഇടമുളയ്ക്കലിൽ നിന്നും തെരഞ്ഞെടുത്ത 10 പേരുടെ ഒരു സംഘം ഫുഡ് സെക്യൂരിറ്റി ആർമി എന്ന പേരിൽ രൂപീകരിക്കുകയുണ്ടായി. കാർഷിക മേഖലയിലെ തൊഴിൽ സാധ്യതകൾ അല്ലെങ്കിൽ തൊഴിൽ രംഗത്തുള്ള തൊഴിലാളികളുടെ അഭാവം നികത്തുന്നതിനായി പരിശീലനം സിദ്ധിച്ച 15ഓളം വരുന്ന കാർഷിക സേവന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. അത് തൊഴിൽ സേനയായിട്ട് രൂപാന്തരപ്പെടുത്തി അവർക്ക് പരിശീലനം കാർഷിക സർവകലാശാലയിൽ പരിശീലനം നേടിയിട്ടുള്ള ആൾക്കാരാണ് പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ കർഷകർക്ക് നടീൽ വസ്തുക്കളും വിത്തിനങ്ങളും വളരെ വില കുറഞ്ഞ രീതിയിൽ നൽകുന്നതിനായിട്ട് ഇവിടെ ഒരു ഗാർഡനും അല്ലെങ്കിൽ പച്ചക്കറി തൈകളും അല്ലെങ്കിൽ വാഴത്തൈകൾ, പച്ചക്കറി വിത്തുകൾ എന്നിവ നൽകുന്നതിനുള്ള ഒരു കേന്ദ്രം കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ 20 ദിവസത്തെ പരിശീലനം ലഭ്യമാക്കി. ആധുനിക കാർഷിക രീതികളും യന്ത്രവൽകൃത പരിശീലനവും നേടിയ ഈ കർമ്മസേനയാണ് ഇവിടെ തരിശുനിലങ്ങളെ പൊന്നണിയിക്കുന്നത്. യന്ത്രങ്ങൾ കൊണ്ടുള്ള പരിശീലനമാണ് ഞങ്ങളോട് ലഭിച്ചത്. അത് ജീവിതത്തിൽ വലിയ അനുഭവമായിരുന്നു. പിന്നെ നെല്ലൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കൊയ്യുന്നത്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ടിരിക്കും. ഇപ്പം നെൽകൃഷി ഇപ്പോൾ നമ്മളിന്ന് കൊയ്യുന്നു. ബാക്കി കുറച്ച് വെണ്ട, വഴുതണ, കത്തിരിക്ക, പാവൽ, പയർ, ചീര ഇതൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ടേക്കുന്നു. വിളവെടുക്കാറായി വരുന്നുണ്ട്. കേരളത്തിലെ കേര കർഷകർ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധിയാണ് തെങ്ങ് കയറ്റ തൊഴിലാളികളുടെ അഭാവം. യന്ത്രവൽകൃത തെങ്ങ് കയറ്റത്തിൽ വിദഗ്ധ പരിശീലനം ലഭിച്ച വനിതകൾ ഈ ഗ്രാമത്തിന്റെ അനുഗ്രഹമാണ്. നമ്മുടെ നാട്ടിലിപ്പം തെങ്ങ് കയറാൻ ആളിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കവിടെ മണ്ണുത്തിയിൽ വെച്ച് തെങ്ങ് കയറാൻ പരിശീലനം തരികയുണ്ടായി. അപ്പം നമ്മളെല്ലാവരും അതിനിപ്പം പ്രാപ്തരാണ്. ഇവർക്ക് നെൽകൃഷിയിലും മറ്റ് പച്ചക്കറി ഉൽപ്പാദനത്തിലും കൃഷിഭവനിൽ നിന്നും നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായവും നിർദ്ദേശങ്ങളുമാണ് ഈ തരിശുനിലം ആരെയും വിസ്മയിപ്പിക്കുന്ന പാടശേഖരമായത്. വളരെയധികം വ്യത്യസ്തമായ കാർഷിക പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കർഷക സേവന കേന്ദ്രം എന്നുള്ള പേരിൽ നമ്മൾ ഈ സംയുക്തമായി നടപ്പിലാക്കി വരുന്ന ഈ പ്രവർത്തനത്തിൽ 25 പേരോളം അടങ്ങുന്ന കർഷക സേനയെ രൂപവൽക്കരിച്ച് കാർഷിക സമൂഹത്തിൽ അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ തൊഴിൽ രംഗത്ത് വളരെയധികം സഹായമാവുകയാണ് ഈ ബാങ്ക്. അപ്പോൾ ഈ തിരഞ്ഞെടുത്ത തൊഴിൽ സേന അംഗങ്ങൾക്ക് നമ്മുടെ കാർഷിക സർവകലാശാലയിൽ പരിശീലനം നൽകുകയുണ്ടായി. അതുകൂടാതെ തരിശു കിടന്ന നിലങ്ങൾ ഏറ്റെടുത്ത് നെൽകൃഷി അല്ലെങ്കിൽ പച്ചക്കറി കൃഷി മുതലായ സംരംഭങ്ങൾ വളരെ വിജയപ്രദമായി ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിച്ചു വരികയാണ്. അപ്പോൾ ഈ കാർഷിക മേഖലയിൽ സഹകരണ ബാങ്കിൻ്റെ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളുടെ ഒരു ഏർപ്പെടൽ അല്ലെങ്കിൽ അവരുടെ ഒരു പങ്കാളിത്തം കർഷക സമൂഹത്തിന് വളരെയധികം പ്രോത്സാഹനം നൽകുന്ന ഒരവസ്ഥയാണുള്ളത്. പ്രധാനമായും ഇവിടെ ഒരു 2.5 ഏക്കറോളം, അതായത് 1 ഹെക്ടർ സ്ഥലത്ത് തരിശു കിടന്ന നിലം കൃഷിക്ക് ഉപയുക്തമായിട്ടെടുത്ത് നെൽകൃഷി വളരെ വിജയപ്രദമായി ചെയ്തു വരികയാണ്. പ്രത്യാശ എന്ന് പറയുന്ന നെൽവിത്താണ് നമ്മളിവിടെ കൃഷിക്ക് ഉപയോഗിച്ചത്. വളരെയധികം നല്ല രീതിയിലുള്ള വിളവാണ് എടുത്തത്. ബാങ്കും കർമ്മസേനയും കൃഷിപ്രേമികളും ഒത്തുചേർന്നപ്പോൾ 100 മേനിയുടെ വിജയവുമായി കൈപ്പള്ളിയേല മാറി. ജനപങ്കാളിത്തത്തോടെ നടന്ന കൊയ്ത്തുത്സവം കാർഷികാരവം നിറഞ്ഞ പൂർവ്വകാല പ്രതാപത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. സഹകരണ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ അഗ്രി ഹോർട്ടി നഴ്സറി എന്ന ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു.
ലീഡർ സിയയുടെ നേതൃത്വത്തിൽ ധാരാളം കൃഷി ഉൽപ്പന്നങ്ങളുടെ വിത്തുകളും തൈകളും ഇവിടെ നിന്നും ആവശ്യാനുസരണം ലഭിക്കുന്നു. നെൽകൃഷിക്ക് പുറമെ പച്ചക്കറി വെറൈറ്റി ഇനത്തിൽപ്പെട്ട പച്ചക്കറി വിത്തുകൾ കൊണ്ടുവന്ന് ഞങ്ങൾ ട്രേയിൽ കിളിപ്പിച്ച് നമ്മളെ പുറത്തുള്ള കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. അത് തൈയാക്കിയാണ് ഞങ്ങൾ വിതരണം ചെയ്യുന്നത്. അതുമാത്രമല്ല, ഞങ്ങൾ പച്ചക്കറി വിത്തുകൾ ഞങ്ങളുടെ സേവന കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ കുറച്ച് 1 ഏക്കർ സ്ഥലമെടുത്ത് ഞങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ചീര, വെണ്ട, പയർ, പാവൽ തുടങ്ങിയ എല്ലാത്തരം പച്ചക്കറികളും ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. കോറിയാപ്സിസ്, ഡേസി, റോസ്, മുരിങ്ങ, വിൻക, ലന്താന, അത്തിമരം, പ്ലാവ്, മാവ്, ചിക്കൂസ്ബെറി, ബോഗൻവില്ല, തെങ്ങ്, ജെറിബറ, ഹൈഡ്രഞ്ചിയ, ടക്കോമ, ടിഷ്യൂ കൾച്ചർ വാഴ, വെണ്ട, പയറ്, കാബേജ്, മുളക് തുടങ്ങിയ വിത്തിനങ്ങളും ചെടികളും മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്. നെൽകൃഷി ഉൾപ്പെടെയുള്ള കാർഷിക രംഗത്തെ ജൈവ കൃഷി പദ്ധതി നമ്മുടെ ബാങ്കിൻ്റെ കെയർ ഓഫിൽ നടപ്പിലാക്കുകയാണ്. ബാങ്ക് മാത്രമല്ല, ഈ ബാങ്കിൻ്റെ പരിധിയിൽ വരുന്ന കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ പരമാവധി സഹായിച്ചുകൊണ്ട് അവർക്ക് കൃഷിക്ക് ആവശ്യമായ കാർഷിക ഉപകരണങ്ങൾ, അതുപോലെ തന്നെ മണ്ണുത്തി സർവകലാശാലയിൽ പോയി പരിശീലനം സിദ്ധിച്ച കർഷക സേവന കേന്ദ്ര അംഗങ്ങളെ ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് ആവശ്യമായ മുന്തിയ ഇനം വിത്തുകൾ, അതുപോലെ തന്നെ വളങ്ങൾ ഉൾപ്പെടെ അവർക്ക് നൽകി കൃഷിയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് നമ്മുടെ ബാങ്കിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം. ജൈവ കാർഷിക രീതി പ്രോത്സാഹിപ്പിക്കുന്നതിനും അനേകം ഹെക്ടർ വസ്തു ബാങ്കിൻ്റെ കെയർ ഓഫിൽ എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ പച്ചക്കറി ഉൾപ്പെടെ, കുറ്റിപ്പയർ ഉൾപ്പെടെ, വാഴ ഉൾപ്പെടെയുള്ള കൃഷി രീതി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റഴിക്കുന്നതിന് അതിനൊരു വിപണി കണ്ടെത്തി അവരെ അത് വിപണനം നടത്തി അവർക്ക് മാന്യമായ പ്രതിഫലം കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനം ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനും ബാങ്ക് ഉദ്ദേശിക്കുന്നുണ്ട്. അതിനെല്ലാ കർഷക സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാം പരിപൂർണമായ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നഴ്സറിക്ക് സമീപത്തുള്ള ഏലായിൽ വിവിധ ഇനം പച്ചക്കറി കൃഷിയും ആരംഭിച്ചിട്ടുണ്ട്. ജൈവ പച്ചക്കറി വികസനത്തിന് വേണ്ടി ഏതാണ്ട് 1 ഹെക്ടർ നിലത്തിൽ ജൈവ പച്ചക്കറി കൃഷി ഇപ്പോൾ ബാങ്കിൻ്റെ ചുമതലയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഏതാണ്ട് 100ഓളം യൂണിറ്റുകൾ, സ്വാശ്രയ യൂണിറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കാവശ്യമായ ജൈവ പച്ചക്കറി തൈകൾ വിതരണം നടത്തി അവരെ കൂടി അതിൽ പങ്കാളികളാക്കിക്കൊണ്ട് അവരുൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവ പച്ചക്കറികൾ ഒരു ജൈവ മാർക്കറ്റ് ബാങ്കിൻ്റെ ചുമതലയിൽ നടത്തി അത് ഇവിടുത്തെ സാധാരണക്കാരെ ആളുകൾക്ക് വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ബാങ്ക് വളരെ കാര്യക്ഷമമായി അതിൻ്റെ പ്രവർത്തനം നടന്നു വരുന്നു. ഇവിടെ നല്ല ഇനം ചീര, പാവൽ, പടവലം, മുളക്, മുരിങ്ങയ്ക്ക, കോവൽ എന്നിവയും വിളവെടുപ്പിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇത്തിക്കര ആറ്റിലെ ജലം കൈപ്പള്ളി ഏലായുടെ സമീപത്തുകൂടി ഒഴുകുന്നതിനാൽ ഇവിടെ ജലക്ഷാമം ഉണ്ടാകാറില്ല. കൂടാതെ വേനൽക്കാലത്ത് കൃഷിക്കാവശ്യമായ ജലസേചനത്തിന് വേണ്ടി ചെറിയ കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതുമൂലം മണ്ണിൽ എല്ലായ്പ്പോഴും ഈർപ്പം നിലനിൽക്കുന്നു. ഇടമലക്കൽ പഞ്ചായത്തിലെ വിവിധ മേഖലകളിലെ കൃഷിയിടങ്ങളിൽ ഞങ്ങളും ഞങ്ങളുടെ ഓഫീസിലെ മറ്റ് ഉദ്യോഗസ്ഥരും നിരന്തരം കർഷകരുടെ ആവശ്യാനുസരണവും ഞങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങളിലും നിരന്തരം ബന്ധപ്പെടുകയും അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ വിളകൾക്കും അതാത് സമയങ്ങളിൽ വേണ്ടുന്ന
പരിചരണ മുറകളും ജൈവ കീടനാശിനികളുടെ ഉപയോഗവും കൃഷികൾക്ക് അതാത് സമയത്ത് ആവശ്യമായ പരിചരണം നൽകുന്നതിന് ഞങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട്. ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും കൃഷിയെയും കർഷകരെയും ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിച്ചാൽ വിഷരഹിത ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിൽ കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാവുന്ന കാലം വിദൂരമല്ല.